go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm doing it for try. Cause when the bullets fly, I'm the last one to die. Slow down. Don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. Mr. Whip, quick clip, get the. ഹലോ ഓൾ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഹൊറൈസൺ റേജ് ക്രോസ് ബോയ് ആയിട്ടാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു അലുമിനിയം റെയിൽ, അഡ്ജസ്റ്റബിൾ സ്റ്റോക്ക്, 4x32 സ്കോപ്പ്, 175 LBS റീകർവ് ലിംസ്, ഫ്രണ്ട് ഗ്രിപ്പ് ആൻഡ് മോഡേൺ ട്രിഗർ മെക്കാനിസം. ഞാനിത് ഷൂട്ട് ചെയ്ത് നോക്കി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ആക്യുറസിയാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രോസ് ബോയ് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 19,000 രൂപയാണ്. 19,000 രൂപയ്ക്ക് നിങ്ങൾ ഈ ബോയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും, ഇത് കോക്ക് ചെയ്യാനുള്ള റോപ്പും 2 ബോൾട്ടും ഇതിൻ്റെ കൂടെ വരും. ആക്ച്വലി ദിസ് ഇസ് എ ഹണ്ടിങ് ബോ, പക്ഷെ നമ്മുടെ നാട്ടിൽ ഹണ്ടിങ് അലൗഡ് അല്ല. ഒരിക്കലും നിങ്ങൾ ആരും ഹണ്ട് ചെയ്യാൻ പാടില്ല. ഇതൊരിക്കലും ഹണ്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ക്രോസ് ബോസ് യൂസ് ചെയ്യുന്നത് ഫിഷിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യാനും ഏറ്റവും നല്ലൊരു ബോ ആണിത്. ക്രോസ് ബോയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇതൊരു കോമ്പറ്റീഷൻസ് ഒന്നുമില്ല, പക്ഷേ റൈഫിൾ ഷൂട്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ക്രോസ് ബോ പ്രാക്ടീസ് ചെയ്യാം. അതുമാത്രമല്ല, വലിയ ഫിഷസിനെയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ബോ ഈസ് മോർ ദാൻ ഇനഫ്. ഇതിൻ്റെ ആക്യുറസി എത്രമാത്രം പവർഫുൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞതുപോലെ 175 LBSൻ്റെ റീകർവ് ലിംസ് ആണ്. 275 ഫീറ്റ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ആരോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏതാണ്ടൊരു 20 മീറ്ററിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ എയിം ചെയ്ത സ്പോട്ടും എക്സാക്ട്ലി ഇതിൻ്റെ സെൻറ്ററിലായിരുന്നു. ശകലം പോലും ലെഫ്റ്റോ റൈറ്റോ മാറിയിട്ടില്ല. എക്സാക്ട്ലി ആ സ്പോട്ടിൽ കൂടെ തന്നെ ആരോ പോയി, ഇതിൽ പോയി ത്രൂ പോയിട്ട് അതും കഴിഞ്ഞ് ഏകദേശം ഒരു 10 മീറ്റർ ബാക്കിലേക്ക് ആരോ പോയി. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. ആരോ ഇതിൽ സ്റ്റക്ക് ആവുമോ അതോ പുറത്തേക്ക് പോവോ ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു ഗസ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോ പോയി ഏകദേശം സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഗസ് ഏകദേശം ഇവിടെ വരെ പോകുമായിരിക്കും. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. സ്റ്റക്കായി കണ്ടോ?
ഞാൻ പറഞ്ഞ പോലെ ആരോ സ്റ്റക്കായി. പക്ഷെ ഞാൻ ഓർത്തത് ആരോയുടെ പകുതി ഇവിടെയും പകുതി ഫ്രണ്ടിലും ഉണ്ടാവുമെന്ന് ഓർത്തത്. പക്ഷേ ഏകദേശം പുറത്ത് വന്നു. ഇനി ഇത് ഊരിയെടുക്കാനാണ് പാട്. മത്തങ്ങ പൊട്ടിക്ക്. നമ്മൾ അത്രയും ഷൂട്ട് ചെയ്തിട്ടും ഈ ആരോയുടെ ബിൽഡ് ക്വാളിറ്റി ഇതിനെക്കുറിച്ചും എന്താ പറയുക, ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആരോസിലൊന്നാണ് ഈ ആരോയും. കാരണം ഒരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഈ ആരോയ്ക്ക് വന്നിട്ടില്ല. കാരണം ബെൻഡ് വന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഈ കയ്യിൽ ആരോ സ്പിൻ ചെയ്ത് നോക്കുമ്പം നമുക്കറിയാൻ പറ്റും. എവിടെയെങ്കിലും ബെൻഡ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ബെൻഡ് കാണിക്കും. അപ്പോൾ ഞാൻ സ്പിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പാടായിരിക്കും, പക്ഷേ ഇത് സ്പിൻ ചെയ്ത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈവൻ ഇതിൻ്റെ ബാക്കിലെ ഫെദർ ഫ്ലച്ചസ് ഇതിന് പോലും ഒരു ഡാമേജും വന്നിട്ടില്ല. കണ്ടോ, ക്ലോസ്. ഫ്ലച്ച് കീറുവോ ഇവിടുന്ന് പറഞ്ഞു പോലും ഒന്നും പറ്റിയിട്ടില്ല. നോ ഡാമേജസ് അറ്റ് ഓൾ. അതുപോലെ ഫിഷിംഗ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഈ പോയിൻ്റ് റിമൂവബിൾ ആണ്. ഇവിടുന്ന് എടുക്കുക. നിങ്ങൾക്ക് കസ്റ്റം ചെയ്തിട്ട് ഒരു ലോക്ക് ഉണ്ടാക്കാം. ആ ലോക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പോയിന്റിൽ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് തിരിച്ച് ഈ പോയിന്റ് ഇടുക. പിന്നെ ഒരു ടിപ്പോടെ പറഞ്ഞു തരാം. ഒരുപാട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പം ആരോയ്ക്ക് കുറേ കൂടെ വെയിറ്റ് വേണം. വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആരോ വെള്ളത്തിൻ്റെ അകത്തേക്ക് ചെയ്യുമ്പം അത് ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ത്രൂ ആയിട്ടുള്ള ആരോയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വെയിറ്റ് ആഡ് ചെയ്യാം. പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലും കോമ്പോണൻസ് അത് ഉരുക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ബോൾട്ട് കുറച്ചുകൂടെ ഹെവി ആവും. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൂടുതൽ പോകും. ബോയുടെ സേഫ്റ്റിയിൽ നിങ്ങൾ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാരൽ ലൂപ്പ്. കാരണം ക്രോസ് ബോയിൽ ഈ സ്ട്രിങ് എപ്പോഴും വന്ന് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് ഇതിൻ്റെ ബാരൽ അല്ലെങ്കിൽ ഈ റെയിലിലാണ്. അപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്യുന്ന മൊമെൻറ്റിൽ ഈ സ്ട്രിങ് ഇതിൽ ഡ്രാഗ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് ആരോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പം ഇതിവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കോണ്ടാക്റ്റിൽ വന്ന് ഇതിൻ്റെ ഈ സെർവിങ് ഈ സ്ട്രിങ്ങിൻ്റെ മെറ്റീരിയലെല്ലാം ഡാമേജ് ആവും. സ്ട്രിങ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങോട്ടുള്ള തിരിച്ചു പോകുന്ന ഈ സ്ട്രിങ്ങിൻ്റെ ട്രാവൽ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ലൂബ് ചെയ്യണം. മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. അധികം പൈസയൊന്നുമില്ല. ഒരു 300-400 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ട്യൂബ് കിട്ടും. ആ ട്യൂബ് ഈ റെയിലിൽ, അതായത് സ്ട്രിങ് എവിടെയാണോ ലോക്കാവുന്നത് ആ ലോക്കാവുന്ന പാർട്ട് മുതൽ ഏറ്റവും താഴെ വരെ സ്ട്രിങ് ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വരെ നിങ്ങൾ ട്യൂബ് ഓരോ 3-4 ഷോട്ട് കൂടുമ്പോൾ നിങ്ങൾ ട്യൂബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ പോയി യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രിങ്ങിന് ഒരുപാട് ലൈഫ് കിട്ടും. സ്ട്രിങ് പെട്ടെന്ന് ഡാമേജ് ആവില്ല. ഈ സ്ട്രിങ്ങൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു സ്ട്രിങ് ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 1000-1200 രൂപ ഒക്കെ ഒരു സ്ട്രിങ്ങിന് മാത്രമാവും. കാരണം ഇത് പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ മേക്കിംഗ് കോസ്റ്റിലാണ് കൂടിയിട്ട് അത്രയും പൈസയാവും. നമ്മൾ ഒരുപാട് പൈസ കളയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം അതിന് എത്ര ലൈഫ് കിട്ടുമോ അത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് ബി കെയർഫുൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബോ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ റെയിലിൻ്റെ ഉള്ളിൽ എവിടെയും കൈ പോകാൻ പാടുള്ളതല്ല. ചില ആൾക്കാർ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, ലോഡ് ചെയ്ത് കഴിയുമ്പം ഈ തമ്പ് എടുത്തിട്ട് ഈ റെയിലിൻ്റെ മുകളിലേക്ക് വയ്ക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ സ്ട്രിങ് വന്നിട്ട് നേരെ തമ്പിൽ സ്ട്രൈക്ക് ചെയ്യും. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് മാത്രം വേണം ക്രോസ് ബോ യൂസ് ചെയ്യാൻ. ഇതൊരിക്കലും ഒരു ടോയ് അല്ല. ദിസ് ഇസ് എ ഡേഞ്ചറസ് വെപ്പൺ. ഇത് വെളിനാടുകളിലൊക്കെ വലിയ വലിയ ഹണ്ടിങ് ഗെയിംസിനൊക്കെ യൂസ് ചെയ്യുന്ന വെപ്പണാണ്. അപ്പോൾ ഒരു കാരണവശാലും അറിയില്ലാതെ ഇത് മേടിച്ച് ഉപയോഗിക്കരുത്. എൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. എല്ലാം കണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ ക്രോസ് ബോ യൂസ് ചെയ്യാവൂ. ക്രോസ് ബോയുടെ ലൈഫിന് മാത്രമല്ല നമ്മുടെ ലൈഫിലും എപ്പോഴും അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ബോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you again.